ടി വി ചന്ദ്രയ്ക്ക് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയതല്ല, സിനിമ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോഗങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് കൂടി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിന് വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. എന്നൊക്കെയാണെങ്കിൽ വളരെ കുട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നു. ചന്ദ്രൻ്റെ വിഷുകൂട്ടിയ സിനിമയ്ക്ക് ശേഷം അല്ലേ അവനെയാണ് അവനീതത്തി ചോദിക്കപ്പെടുന്ന സിനിമയാണ് അത്. അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണോ? അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായി. പക്ഷെ ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോട് നോക്കുകയും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായി. ഞാൻ ചാൻസ് വേണ്ടി ശ്രമിക്കാത്ത ആൾക്കാർ ആരും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ചൊക്കെ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത്. എന്നെ എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്ന്, ന്യൂ വേവ് സിനിമയെന്നും, ആധുനിക സിനിമയെന്നും, അത്യന്താധുനിക സിനിമയെന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വന്നവരാണ്. അത് കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയെന്ന വെടിവെക്കുന്ന നായകനെ വില്ലന്മാരെ അടിച്ചു വീഴ്ത്തുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ടായി. സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഹിറ്റുകളാവുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളും. ഒരുപാട് സിനിമ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടത്. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയൊക്കെയുള്ള ഈ വളരെ കമേഴ്ഷ്യൽ ഇല്ലാത്ത സിനിമാ സിനിമയിൽ അഭിനയിക്കാൻ കുറച്ച് മോഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് വേറെ. പക്ഷേ എൻ്റെ സിനിമാ മോഹങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു കാലത്തും ചന്ദ്രനെപ്പോലുള്ള ഒരു സംവിധായകൻ്റെ ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടില്ല. ഞാൻ നിരസിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ മുന്തന്മാടയാണ്. എനിക്കറിയാം, അത് 89-90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 -
അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിനിമയുടെ CV ശ്രീധർ ആണ് സിനിമയുടെ കഥാകൃത്ത്. 2 കഥകളാണ് അത്. അതൊന്ന് 2 കഥകളാണ്. ഭാസ്കര പട്ടേലും ഞാനും എന്ന് പറയുന്നത് പോലെ തന്നെ പൊന്തന്മാടയും ശീമത്തമ്പുരാൻ അങ്ങനെ 2 പേരുടെ കഥയാണ്. ആ സിനിമയും അങ്ങനെ 2 പേരുടെ കഥയാണ്. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കീഴാളൻ്റെയും മേലാളൻ്റെയും കഥയാണ്. പക്ഷേ അത്ഭുതകരമായ ഒരു സൗഹൃദം അവരിൽ ഉണ്ടാവുകയും പരസ്പരം ഒരേ വികാരം, ഒരേ അനുഭവം, ഒരേ കാഴ്ചപ്പാട് ജീവിതത്തിലുണ്ടാവുന്ന ഒരു കീഴാളനും ഒരു മേലാണ്. ആടയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോരം കറുപ്പടിക്കണം, ഞാൻ കറുപ്പടിക്കേണ്ട എങ്ങനെയെന്ന് അറിയാം. വലിയ കറുപ്പൊന്നും അടിച്ചില്ല. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, ഒരു ചലഞ്ചായിരുന്നു. ഞാൻ അതിനു മുമ്പ് മാർപ്പുറത്തിൻ്റെ വേഷമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ചൊരു പെർഫെക്ഷനുള്ള ഒരു വാർദ്ധക്യം എനിക്ക് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നു. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിട്ടും തീരെ വയ്യാത്ത ഒരു വയോവൃദ്ധനായിട്ടും അഭിനയിക്കാൻ സാധിച്ചു. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയങ്ങളിൽ വളരെ രസകരമായ പരിപാടികളായിരുന്നു. അതൊക്കെ ഒരുപാട് വിശദീകരിക്കാവുന്ന കാര്യങ്ങളാണ്. ചന്ദ്രനുമായി ഈ സിനിമയുമായിട്ട് സഹകരിച്ച ആൾക്കാർ ഇൻക്ലൂഡും ഇവരൊക്കെ, ക്യാമറാമാൻ വേണു ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാവരും രസകരമായ കാര്യങ്ങളായിരുന്നു. ഞാൻ ആ സിനിമയിൽ ഈ
ഈ കാളയെ മുഖത്തിൽ കെട്ടിയിട്ട് താഴെ ഒരു പലക വെച്ചിട്ട് ഈ കാളയെ ഓടിക്കുന്നു. കാള താൽക്കൂട്ടല്ല, നുഖമല്ല, നുഖം കറക്റ്റാണ്. നുഖം ഞാൻ കണ്ടിട്ടുള്ളത് ചുമ്മാ ഒരു പലക മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എളിക്ക് കലപ്പ് ഞാൻ കണ്ടിട്ടില്ല. കലപ്പല്ല, അവിടെ അതൊരു പലകയാണ്. അതിൻ്റെ പുറത്ത് ഒരു 3 ഇഞ്ച് പോയാൽ നമ്മൾ താഴെ വീഴും. പക്ഷേ ആരുടെ ഭാഗ്യം കൊണ്ടാണോ ഞാൻ കുറേ നേരം ഓടിച്ചു അല്ലേ? ആ സിനിമയിലെ ഷോട്ടുണ്ട് ഞാനിങ്ങനെ ഓടിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ഒരു ധൈര്യം ഈ സിനിമയിലുള്ള എല്ലാവരും ചെളിയിലും എല്ലാവരും പാടത്തും ഒക്കെ നിന്ന് ക്യാമറമാരും നമുക്ക് തോർത്തു കൊടുത്ത് ഡയറക്ടറെ കൊണ്ട് ഇവിടെ കുത്തി ചേറിലാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ചേറിലിറങ്ങാൻ എനിക്കും തോന്നിയില്ല. കാരണം ഏതായാലും സിനിമ തന്നെ മൊത്തം ചേറിലാണ്, ചേറിൽ ഇറങ്ങാതിരിക്കേണ്ട കാര്യം. അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങളായിട്ടുണ്ട് ആ സിനിമ. ഈ പറയുന്ന പോലെ മനുഷ്യരുടെ രാഷ്ട്രീയം പറയുന്ന, മനുഷ്യപക്ഷം പറയുന്ന സിനിമ. അത് പ്രത്യേകിച്ച് പക്ഷമുള്ളൊരു സിനിമയാണ്, മനുഷ്യരുടെ പക്ഷം പറയുന്ന സിനിമ. ഈ 2 മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ്. അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനങ്ങളോ അവരുടെ വർണ്ണ വ്യത്യാസങ്ങളോ ഒന്നും ആ സിനിമയിൽ ആ കഥാപാത്രങ്ങൾക്ക് ഒരിക്കൽ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ അതാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി. അത് നമുക്കിനിയും കാണാൻ സാധിക്കുമെന്നൊക്കെ വിചാരിക്കാം, ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം. പിന്നെ ഞാൻ അഭിനയിച്ചത് ഡാനി ഓർമ്മകളുണ്ടായിരിക്കണം എന്നുള്ള സിനിമയിൽ ഭാസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ ഒടുവിൽ കഴിയുകയും നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ്. ഡാനിയുടെ സിനിമയിൽ ഡാനിയുടെ കഥാപാത്രത്തെക്കാളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയ ഡാനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രൻ പറയുന്നുണ്ട്. നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണാം, ശ്രദ്ധിച്ചിട്ടില്ലേ? ഡാനിയുടെ ജീവിതം നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, കുറേ കാലം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായ കുറേ നേതാക്കന്മാരെ മാത്രമേ അറിയൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമുക്ക് പരിചയമുള്ളവരെയൊന്നും നാട്ടിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെയാണ് ഡാനിയുടെ ജീവിതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന ദിവസങ്ങളാണ്. സൗകര്യപ്പെട്ട ആ സിനിമയെന്ന് ഒന്ന് പോയി കണ്ട EMS മന്ത്രിസഭ വന്നതും AK ആന്റണി രാജിവെച്ചതും എല്ലാം ഡാനിയുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവസങ്ങളൊക്കെ ഡാനിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സിനിമ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. എനിക്കത് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നി. ചന്ദ്രൻ വരുമ്പോൾ പറയുന്നത് ഡാനി അഭിനയിക്കുമ്പോൾ മറ്റേ കാര്യം പറയണം, അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. ഡാനി സംസാരിക്കുമ്പോൾ ഡാനിയുടെ ഞാൻ ചോദിച്ചു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടക്കിടക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ 2 പേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെന്നാണ് മനുഷ്യരുടെ മനുഷ്യത്വമെങ്കിലും ജയിക്കും. അങ്ങനെ ഒരു നീണ്ട സിനിമ ജീവിതമാണ് ചന്ദ്രൻ. 50 വർഷം എന്ന് പറഞ്ഞാൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പകുതി വയസ്സ് ഇത്രയും കാലം എന്താണ് ശരി, എൻ്റെ പകുതി വയസ്സിലാണ് ചന്ദ്രൻ്റെ സിനിമ പരിചയം, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ചുമ്മാ പറഞ്ഞാൽ അത് തമാശ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ കുറച്ച് പറയാൻ നോക്കിയതാണ്. ഇത്രയും കാലം ഈ പരിപാടിക്ക് വരാൻ വേണ്ടി മാത്രമേ ഞങ്ങളുടെ പരിചയമുള്ളൂ, ഞങ്ങളുടെ അടുപ്പമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 2-4 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പോകേണ്ടതായിരുന്നു. ഞാൻ വെറുതെ പരിപാടി എപ്പോഴാണ് എന്നൊക്കെ ചുമ്മാ ചോദിച്ചു, വെറുതെ അങ്ങോട്ട് ചോദിച്ചു, ഇത്ര ദിവസമാണ് നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, ഉണ്ടാവുമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വരാം വിചാരിച്ചിട്ടില്ല, വരാൻ പറ്റുമായിരുന്നു. പിന്നെ ഏതൊരു പത്രത്തിൽ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഇദ്ദേഹം താൻ എന്ത് കുറച്ചധികം ചെയ്തു.
ഇത് കൈമലർത്തി. ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ സംഘാടകരോട് മമ്മൂട്ടി വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം കൈ കഴുകി. അങ്ങനെ ഞാൻ വന്ന് പെട്ടതാണ്. ഏതായാലും ഒത്തിരി പഴയ ആളുകളെ എനിക്ക് കാണാൻ പഴയ ആൾക്കാരല്ല, ഇവരൊക്കെ പുതിയ തന്നെയാണ്. ഒത്തിരി ആളുകളെ വീണ്ടും കാണാൻ സാധിച്ചു. അതുപോലെ ഇത് കൈരളി തിയേറ്റർ എന്ന സ്ഥലമാണ്. പഴയ ഞാൻ പണ്ട് എനിക്കിവിടെ ഒരു ബന്ധുണ്ട്, ദേവനപ്പുറം ഈ റോഡ് പോകും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തോടെ വരുമ്പോൾ അവിടെ ഒരു നാടകം ഞാൻ കണ്ടു. എൻ്റെ പേര് അത് ഇവിടെ ദക്ഷിണരേഖ എന്ന് പറഞ്ഞ സിനിമയാണ്, കുര്യാക്കോസിൻ്റെ നാടകം. ആ നാടകം സിനിമയായിരുന്നു. അന്ന് ഞാൻ ആ നാടകം കണ്ടിരുന്നു. പിന്നീട് ആ നാടകത്തിൻ്റെ സിനിമാ രൂപത്തിൽ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഒരു ഓർമ്മകൾ ഈ ഭാഗത്തുണ്ട്. നിങ്ങൾ ഈ പരിസരത്തൊക്കെ ഉള്ള കൂടുതൽ ആളുകൾ കാണുന്ന വേണ്ടിയിട്ട് ഞാനത് ഓർമ്മിച്ചു. വളരെ സന്തോഷം. എല്ലാവരും പറയുന്ന പോലെ ചന്ദ്രൻ വീണ്ടും സിനിമകൾ എടുക്കട്ടെ. വലിയ വലിയ സിനിമകൾ എടുക്കണ്ട, ഇത്രയുള്ള ആരോഗ്യം ഇപ്പോൾ ഉണ്ടാവില്ല. നല്ല നല്ല സിനിമകൾ എടുക്കാം. ചന്ദ്രന് കൂടുതൽ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. രൂപത്തിലും ഭാവത്തിലും വൈകാരിക തലങ്ങളിലും എത്രമാത്രം